ലോക സിനിമയുടെ സക്സസിന് ശേഷം ദുൽഖർ സൽമാൻ മറ്റേ മൂള പിടിച്ചതെല്ലാം പുലിവാലിടാ ആ ഐറ്റമാണ് ഏകദേശം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടതാണ് ഈ ഭൂട്ടാൻ കാർ ഇഷ്യൂ ഒക്കെ. അതിനകത്ത് ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ 20% ബാങ്ക് ഗ്യാരണ്ടി, എപ്പോൾ വിളിച്ചാലും വാഹനം ഹാജരാക്കണം, ദുൽഖർ സൽമാൻ്റെ ലാൻഡ് റോവർ ഡിഫൻഡർ വിട്ടു നൽകും എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് ദുൽഖർ സൽമാൻ വിധിയായത് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള വൈഫൈ ഫിലിംസിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് ആരോപണം വരികയാണ്, അതിലൊരു വ്യക്തിക്കെതിരെ. ഓക്കെ, ആൻഡ് വൈഫൈ ഫിലിം ടീം കംപ്ലീറ്റ്ലി ആ വ്യക്തി അവരെയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളല്ല എന്നും, ആർക്കെതിരെയാണോ ഈ ആരോപണം വന്ന ഡിലിൻ ബാബു എന്ന് പറഞ്ഞ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി അവരായിട്ട് ഒരു തരത്തിലും ഇപ്പോൾ അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തിക്കെതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ തന്നെ നമ്മൾ കണ്ടതാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. ഓക്കെ, സിനിമയുടെ വാഗ്ദാനം കൊടുത്ത് സിനിമയുടെ പേര് പറഞ്ഞ് സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയൊക്കെ ഒരുപോലെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന മനുഷ്യ മൃഗങ്ങൾ ഒരുപാടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഒരു ലേഡിയുടെ തുറന്നു വരച്ചിലാണ് അത് ദിലിൻ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടർക്കെതിരെയാണ്. ആൻഡ് ഈ ദിലിൻ ബാബു എൻ്റെ അറിവിൽ ഇപ്പോൾ ഒരു പടത്തിൻ്റെ മെയിൻ ഡയറക്ടർ ആവാൻ പോവാണെന്ന് തോന്നുന്നു. 9mm അങ്ങനെ എങ്ങാണ്ടാണ് ആ പടത്തിൻ്റെ പേര്, ഇഫ് ഐ എം നോട്ട് റോങ്. ഓക്കെ, അപ്പോൾ ആ പടത്തിൻ്റെ ഡയറക്ടർ ആവാൻ പോകുന്ന ഒരാളാണ് എന്നുള്ളൊരു കാര്യം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ കുറച്ചധികം സിനിമകൾ ഇപ്പോൾ ഈ പറവയുടെയൊക്കെ, ഓക്കെ, ദുൽഖറിൻ്റെ പ്രൊഡക്ഷനിൽ വന്ന സിനിമയാണല്ലോ പറവയുടെ ഞാൻ IMDb ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ദിലിൻ ബാബുയുടെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എന്താണ് ഇതിലെ കോൺട്രവേഴ്സി ആൻഡ് ആ ലേഡി എന്താണ് ഈ വ്യക്തിക്കെതിരെ പറയുന്നത്, ആ വ്യക്തി എന്താണ് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണമെന്ന് നോക്കാം. ഇതിൽ ഈ പറഞ്ഞ ദുൽഖറിൻ്റെ പേരോ അല്ലെങ്കിൽ ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേരോ ഈ വ്യക്തി ഉപയോഗിച്ച് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യുന്ന പരിപാടിയാണോ നടത്തിയെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നതെന്നുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. കാരണം ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ചെയ്ത് സിനിമ ഫീൽഡിൽ ഒരാൾക്ക് നിലനിന്ന് പോകുക എന്നുള്ളത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഈ ഒരു ടൈമിൽ അത്ര പോസിബിൾ അല്ല. ഓക്കെ, കാരണം അങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്നവർ എപ്പോൾ വേണമെങ്കിലും എക്സ്പോസ്ഡ് ആവാം. ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ദിനിൽ ബാബു എന്ന് പറഞ്ഞിട്ട് അസോസിയേറ്റ് ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ ഓൾറെഡി പുള്ളിനൊരു കുറച്ച് വർഷമായിട്ട് എനിക്കറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും മെസ്സേജും ഇതൊക്കെ അയക്കുമായിരുന്നു. അപ്പം ഞാനത് സാധാരണ രീതിയിൽ ഫിലിമിലുള്ള അങ്ങനെ വിട്ടു പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗരുഡൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് റൂമിലേക്ക് വരാൻ പറഞ്ഞു, അങ്ങനെ ഇതാക്കി. അപ്പോൾ അന്ന് എനിക്കൊരു മോശമായിട്ട് തോന്നിയോണ്ട് ഞാൻ അന്ന് തുടങ്ങി പിന്നെ അവോയ്ഡ് ചെയ്ത് വിട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ ഇങ്ങനെ വിളിയും മെസ്സേജ് ആയപ്പോൾ ഇതായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് അയക്കലോ, കാണാൻ പറ്റുമോ അങ്ങനെ ചോദിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ലാസ്റ്റ് ഞാൻ സൈ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫിലിമിൻ്റെ കാര്യം സംസാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഫിലിമിൻ്റെ കാര്യം സംസാരിക്കണം. ഓക്കെ, അന്നേരം ഞാൻ കോൾ എടുത്തു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ദുൽഖറിൻ്റെ പുതിയ ഫിലിം തുടങ്ങുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് കാണാൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വരാനാണ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പനമ്പള്ളി നഗറിൽ വെയ്ഫെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസുണ്ട്, അത് പ്രൊഡക്ഷൻ കമ്പനിയാണ്, അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ ശരിയാവില്ല, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വിടില്ല, അതുകൊണ്ട് കൂടെ ആരെങ്കിലും വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, വേറെ ലേഡി സ്റ്റാഫ് ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട, പ്രൊഡക്ഷൻ്റെ ആൾക്കാരുണ്ടാവും, ലേഡി സ്റ്റാഫ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ എനിക്കൊരു ലൊക്കേഷൻ ഇട്ടു തന്നു. ആ ലൊക്കേഷനിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ താഴെ വന്ന് എന്നെ ഓഫീസിൻ്റെ അങ്ങോട്ടൊന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള വേറെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ റൂമിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. ഇവിടെ വെയിറ്റ് ചെയ്യുക, വേറെ ആൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൻ്റെ അകത്തായിട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഇയാൾ അകത്തേറി ഡോറ് ലോക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് പേടി വന്നിട്ട് ഞാൻ അപ്പം തന്നെ മെസ്സേജ് അയച്ചു, എടാ ഒന്ന് കയറി വാ, എന്തിനും മെസ്സേജ് അയച്ചു, ഒന്ന് കയറി വാ, എനിക്ക് പേടിയാവുന്നു ഇന്ന പോലെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളെൻ്റെ ആ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആളെന്നെ കയറി പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ വേഗം തള്ളി മാറ്റിയിട്ട് ഞാൻ ഓടി ബാത്റൂമിൻ്റെ അകത്ത് കയറി ഡോർ അടച്ചു. അപ്പോൾ ആൾ പറയാം ഇതിന് നീ നിന്നില്ലെങ്കിൽ എനിക്കിഷ്ടം പോലെ പെണ്ണുങ്ങളെ കിട്ടും, ഇതിന് നീ നിന്നില്ലെങ്കിൽ നിനക്ക് ഇനി മലയാള സിനിമയിൽ നല്ല സിനിമയിലെ നിനക്ക് ഒരു ഇതും ഉണ്ടാവില്ല. ഭീഷണിയാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ് ഈ ലേഡീൻ്റെ വേർഷൻ. ഓക്കെ,
ഇതിൽ ഈ പറഞ്ഞ പോലെ ദുൽഖറിൻ്റെ പേരോ അല്ലെങ്കിൽ ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ്റെ പേരൊക്കെ ഏത് രീതിയിൽ ഈ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമായിട്ടുണ്ട്. അത് പോലീസ് എന്താണെങ്കിലും അന്വേഷിക്കട്ടെ. കാരണം ഈ ലേഡിയുടെ കയ്യിൽ വാട്സാപ്പ് ചാറ്റുകളും അതിനകത്തുള്ള വോയിസുകളും കോൾ റെക്കോർഡ്സും അടക്കം കുറേ അധികം തെളിവുകളുണ്ട്. സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഈ ലേഡി അത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സിനിമയിൽ ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ മുകളിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയ എത്ര ആക്റ്റീവ് ആവുന്ന സമയത്ത് എക്സ്പോസ്ഡ് ആവുന്നുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ നടക്കുന്നുണ്ട്. ത്രട്ടനിങ് ആണ്, കൺസെൻറ്റിൻ്റെ മുകളിലല്ല, ത്രട്ടനിങ് ആണ്. കൺസെൻറ്റിൻ്റെ മുകളിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് ഭാഗവും കേൾക്കാം, രണ്ട് ഭാഗവും അറിയണം എന്നുള്ള രീതിക്ക് ഉണ്ടാവും. ഓക്കെ, തേൻകണികൾ വേറൊരു സംഗതി ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഈ ലേഡി ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കുന്ന ആ വ്യക്തി തേൻകണിയുടെ ഒരു ഡീറ്റെയിൽസൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് തേൻകണിയുടെ ഒരു ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇവർ ഇത്രയും വാട്സാപ്പ് ചാറ്റുകളും വോയിസും കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അത് പോലീസിന് മനസ്സിലാവേണ്ടതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കേസുകളിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി പ്രൈമ ഫേസിൽ തന്നെ പോലീസുകാർക്ക് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഫേസിൽ തന്നെ അത് പൊളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചില തേൻകണികളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പൊളിഞ്ഞിട്ടുള്ളത്. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് വരുന്ന പല സാധനങ്ങളും അങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വ്യക്തി ഇതുവരെയായിട്ട് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഒത്തുതീർപ്പിന് നോക്കുകയാണ് ഇയാൾ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, അതിൽ തന്നെ പൈസ കൊടുത്ത് ഒത്തുതീർപ്പാക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഈ വ്യക്തി ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. പിന്നെ ഒരു മോഡസ് എന്ന് പറയുന്നത് പലവട്ടം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം ടോപ്പിക്കിൽ. ഒരു സിമിലർ പാറ്റേൺ ഓഫ് മോഡസ് തന്നെയാണ് ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ. അതായത് ചതിച്ച് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള പരിപാടിയിലൂടെ ഒരാളുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി ചെന്ന് ആ പരിപാടി തന്നെ പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമ റിലേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു മുഖം മൂടി വെച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ ആ സാധനം പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മുടെ നാട്ടിൽ പൊതുവേ സിനിമയിൽ എത്ര കാലം ഈ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും അത് പുറത്ത് പറയാറില്ല. ഇതേപോലെ ത്രട്ടനിങ്, ഇനി നിന്നെ സിനിമയിലേ വെച്ചേക്കില്ല എന്നുള്ള ത്രട്ടനിങ് ഉള്ളപ്പോൾ ചിലപ്പോൾ കരിയർ മുന്നോട്ട് എന്താവും എന്നുള്ള പേടിയിൽ ചിലർ പുറത്ത് പറയാറില്ല. ഈ ലേഡി ഇപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം വന്ന് പുറത്ത് പറയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇനി ഈ വ്യക്തി തിരിച്ച് ഈ ആരോപണത്തിനെതിരെ റിപ്ലൈ കൊടുക്കുന്നതെന്ന് കേട്ടോക്കാം. ഇപ്പോൾ ചാനലിലും സോഷ്യൽ മീഡിയയിലും എനിക്കിതൊരു അലിഗേഷൻ നടക്കുന്നുണ്ട്. ഞാനൊരു കാസ്റ്റിംഗ് ഔട്ട് നടത്തിയെന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേര് യൂസ് ചെയ്തെന്ന് പറയുന്നു. ഞാൻ ആ കമ്പനിയേക്കല്ല വിളിച്ചത്. അവരെന്നോട് എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കമ്പനിയുടെ ലാൻഡ് മാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. അവരിങ്ങോട്ട് വിളിച്ചതാണ്. അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതുമാത്രമല്ല അവർ ഒരു ഹണി ട്രാപ്പിന് വേണ്ടി ചെയ്തതും എന്നോട് കാശ് ചോദിച്ചതിനും തെളിവ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ കാശ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ മൂലം അങ്ങനത്തെ ഒരു കമ്പനിക്ക് ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇവർ മാത്രമല്ല, ഇവരുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ എന്തായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. കാരണം നമ്മുടെ ഇവിടുത്തെ പോലീസും നിയമവും നമുക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഞാൻ അത് കൊണ്ടുവന്നിരിക്കും. അത് ആണ് പറയാനുള്ളത്. ഓക്കെ, ഇതാണ് ആർക്കെതിരെയാണോ ലേഡി ആരോപണം ഉന്നയിച്ച ആ വ്യക്തി വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളാണ് ഞാനിവിടെ കുറച്ച് സ്ക്രീൻഷോട്ട്സ് വെക്കാം ഇവർ തമ്മിലുള്ള സംസാരത്തിൻ്റെ. ഇതിനകത്ത് ദുൽഖറിൻ്റെ ഓഫീസിലാണ് ന്യൂ ഫിലിം മീറ്റിംഗ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെന്നുണ്ട്, അത് പറയുന്നുണ്ട്. പിന്നെ വെഫെയർ ഫിലിം പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ പനമ്പള്ളി നഗർ ഓഫീസിനെ കുറിച്ചിട്ട്, ലൊക്കേഷൻ സാധനങ്ങളൊക്കെ കുറിച്ചിട്ട്, ബിൽഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലേഡി പറഞ്ഞതും ഇയാളുടെ സ്ക്രീൻഷോട്ട്സും പിന്നെ ഇയാൾ ഈ വീഡിയോയിൽ വന്ന് പറയുന്ന കാര്യങ്ങളും ഇയാളിതിൽ സ്ട്രെസ് ചെയ്യുന്നത് ആ പ്രൊഡക്ഷൻ കമ്പനിയെ ഞാൻ ഒരിക്കലും ദുരുപയോഗം ചെയ്തിട്ടില്ല, അതിൻ്റെ പേര് ദുരുപയോഗം ചെയ്തിട്ടില്ല, അതിനടുത്ത് വരാൻ വേണ്ടിയിട്ട് ആ ലേഡിയോട് ഞാൻ പറഞ്ഞു എന്നുള്ള വേർഷനിലൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത്. ഈ ലേഡി ഇയാളും തമ്മിലുള്ള ഫോൺ കോൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് ഫ്രീ ആകാൻ പറ്റും, വരാൻ പറ്റും. ഇന്നലെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വിളിക്കാനിരുന്നതേ. എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലാണല്ലോ. പനമ്പള്ളി വരാൻ പറ്റുമോ? വെഫെയർ ഓഫീസിന്റെ അവിടെ. അപ്പൊ എന്തിന്റെ ഇത് സംസാരിക്കാനായിട്ടാ? പടത്തിന്റെ ഇതേ ഞാൻ ഇന്നലെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട്, പിന്നെ പെണ്ണുങ്ങളല്ലേ ലേറ്റ് ആയിട്ട് മോശമല്ല. അപ്പൊ ഇന്ന് വന്നാ നമുക്കൊരു 2 hours 3 hours മാക്സിമം എന്നിട്ട് പോയാലേ. പിന്നെ എന്നറിയോ, പിന്നെ ഇപ്പൊ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ടേ ഒന്ന് മീറ്റിംഗ് ഓക്കെ ആണ്, നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു 1 week 2 week കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നാ മതി. ശരി, ഡിസംബറിലാണ് പ്ലാനിങ്. വരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ബാക്കി എല്ലാവരും വിളിക്കാൻ വേണ്ടിയായിരുന്നു. എവിടെയായിട്ടാ വരണ്ടേ?
വേഫെയർ ഓഫീസ്, വേഫെയർ പനമ്പള്ളിയിലാണ് വേഫെയർ. അപ്പൊ എങ്ങനെയാ ഞാൻ എവിടുന്ന് എങ്ങനെ വരാ? അല്ല, യൂബർ എടുത്താ ഞാൻ അവിടെ നിന്ന് അവരെ കൊണ്ട് പേ ചെയ്യിപ്പിക്കാം. ഓക്കെ, ശരി. വേഫെയറിന്റെ ഓഫീസ് അല്ലേ? അതെ. ഓക്കെ, ശരി. എത്ര സമയം എടുക്കുമെന്ന് പറയണേ, ഞാൻ അവിടെ ഇല്ല, അപ്പൊ എനിക്ക് അവിടെ എത്തണതാ കേട്ടാ. അവരോട് പറയണം വരുമെങ്കിൽ എല്ലാരും വിളിക്കണേ. വേറെ ലേഡിയും കൂടി ഉണ്ടേ, അപ്പൊ അവരെയും കൂടി ഒന്ന് വിളിക്കാൻ വേണ്ടിയാ. ആണല്ലേ? ബുദ്ധിമുട്ടുണ്ടോ, തിരക്കുണ്ടോ? ഇല്ല. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ? ഒറ്റയ്ക്കായിരിക്കോ? അല്ലല്ലോ? അല്ല, നിങ്ങളുണ്ട്, ഒരു രേഷ്മ സോറി, രജിത എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, പിന്നെ 3 അസിസ്റ്റൻസ് ഉണ്ട്. എല്ലാരും വിളിക്കണം, ഞാൻ അതാ ചോദിച്ചത്. ഓക്കെ, ശരി. വിളിച്ചോട്ടെ? അപ്പൊ വരാം. ഒരു കോളിനകത്ത് കൃത്യമായിട്ട് വേഫെയറിന്റെ ഓഫീസ് അങ്ങോട്ടാണ് വരേണ്ടതെന്നുള്ളത് ഇയാൾ പറയുന്നുണ്ട്. പിന്നെ ഈ ചങ്ങായി സംസാരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആ ലേഡിക്ക് ഇയാളൊരു നല്ല ഡൗട്ട് കുടുങ്ങുന്നുണ്ട്. അത് ഇതിന് മുമ്പുള്ള അയാളുടെ ബിഹേവിയറിൽ വന്നുള്ള ഒരു ഡൗട്ടായിരിക്കും ആ വ്യക്തിക്ക്, ഓക്കെ, ആ പെൺകുട്ടിക്ക് ഈ വ്യക്തിയോട്. കാരണം അങ്ങനത്തെ ഒരു അപ്രോച്ച് മുന്നേ നടത്തിയോ എന്നുള്ളൊരു സംശയം ഇതിനകത്തുണ്ട്. ബട്ട് സ്റ്റിൽ സിനിമയുടെ കാര്യമാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർക്ക് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ബട്ട് ഇത്ര എക്സ്ട്രീംലി ഇഗ്നോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ സിനിമയ്ക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ട് ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ പിന്നെ അത് ഓബിയസ്ലി കേസും കൂട്ടവും സോഷ്യൽ മീഡിയ അറിഞ്ഞ് അത് വിഷയങ്ങളൊക്കെ ആവണം, അല്ലെങ്കിൽ ആൾ എക്സ്പോസ്ഡ് ആവണം. ദാറ്റ്സ് ഇറ്റ്. മനസ്സിലായോ? ഇതിൻ്റെ മുകളിൽ ഇതൊരു ഹണി ട്രാപ്പാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അയാൾ വേഫെയറിൻ്റെയോ ദുൽഖറിൻ്റെയോ പേര് ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ പിന്നെ ഈ കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ പുറത്തു വന്നല്ലോ. അയാളുടെ സൈഡിൽ നിന്നുള്ളത് അയാൾക്ക് ഓബിയസ്ലി എന്ത് ചെയ്യാം. ഇപ്പം ഇങ്ങനെയാണ്, പോലീസ് സ്റ്റേഷനിൽ പോകാത്ത ഒരാളാണ്, മൊഴി എടുക്കാൻ വേണ്ടി സഹകരിക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി എന്ത് ചെയ്യും, അടുത്ത ഫേസിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ല ആദ്യം അത് പുറത്തു വിടും. എന്നെ ട്രാപ്പാക്കാൻ നോക്കിയത് നമ്മളെ സൈഡ് സേഫ് ആണെന്നുണ്ടെങ്കിൽ നല്ല സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് കയ്യിലുണ്ടെങ്കിൽ അതല്ലേ പുറത്തു വിടുക. മനസ്സിലായില്ല? അതൊന്നും അയാളുടെ വന്നിട്ടുണ്ടായതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ ലേഡി പറഞ്ഞതിലൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, ഈ ലേഡി ഫ്രണ്ടിൻ്റെ കൂടെ പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ലേറ്റർ ഓൺ മറുനാടൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് സംസാരിക്കുന്ന ഹസ്ബൻഡാണ്, ഹസ്ബൻഡ് റൂമിൽ കയറി ചെല്ലിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതിന് ശേഷം എൻ്റെയും ഈ പറഞ്ഞ ദിനിൽ ബാബുവിൻ്റെയും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് വഴി ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം എന്താ പറയുക, ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ആൾ സോറി പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ, സോറി പറയാം. അതിന് പോലും എന്താ പറയുക, ആ ഫ്രണ്ട് പറഞ്ഞാൽ എന്താ വെച്ചാൽ ദിനിലിന് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ആൾ വന്ന് സോറി പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറഞ്ഞാൽ എന്താ ന്യായമുള്ളേ. അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് കോമ്പൻസേഷൻ എന്നുള്ള രീതിക്ക് സംസാരിച്ചു. എന്താ പറയുക, അവർ പറയുന്ന നമ്മൾ പറയുന്ന എമൗണ്ട് തരാം എന്നുള്ള രീതിക്ക് വരെ അയാളെത്തി. പക്ഷേ എന്നാൽ പോലും അയാളൊരു സോറി പറയാൻ തയ്യാറാവുന്നില്ല. പൈസ തരാമെന്ന് പറയുന്നു, സോറി പറയാൻ തയ്യാറാവുന്നില്ല. അതെന്ത് ന്യായമുള്ള? ഈ പൈസ വേണ്ട, പൈസ മേടിച്ചിട്ട് എന്തിനുള്ള എൻ്റെ എന്താ പറയുക. അപ്പം ഞാൻ ഈ എന്താ പറയുക, അയാൾ പറയുന്ന എമൗണ്ട് വാങ്ങി എൻ്റെ മാനം വിറ്റതായിട്ടല്ലേ ഞാൻ കണക്കാക്കുള്ളൂ. ഞാൻ കയറി ചെല്ലുമ്പോൾ ഇയാൾ മറ്റേ നിക്കറിട്ടാണ് നിൽക്കുന്നത്. ഞാനപ്പോൾ ചോദിച്ചു അടിവസ്ത്രത്തോടെ നിൽക്കണത്. ഞാനപ്പോൾ കയറി ചെന്നപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, സിനിമയുടെ കാര്യം സംസാരിക്കാനുള്ള വിളിച്ചതാണ്. അപ്പോൾ ആൾ പറഞ്ഞത് ഞാൻ ബാത്റൂമിൽ പോയി വന്നാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നാൽ അവളാണ് ആ സമയത്ത് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് അവൾ. അപ്പോഴേക്കും ആൾ വാതിൽ തുറന്നിട്ട് ഇറങ്ങി പോവുകയാണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ആൾ വാതിൽ തുറന്നിട്ടുണ്ട്, റിസപ്ഷനിൽ കോളുന്നുണ്ട്. അപ്പോഴും ഈ അടിവസ്ത്രം ഇട്ടാണ് നിൽക്കുന്നത്, മീൻസ് ബോക്സർ ഇട്ടാണ് നിൽക്കുന്നത്. ഞാൻ കയറി ചെല്ലുമ്പോൾ ആൾ പെട്ടെന്ന് ജീൻസ് ഇട്ടിട്ട് നിങ്ങൾ സംസാരിക്കും എന്ന് പറയണേ. ഞങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല, ചേട്ടനടയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ അത് നിങ്ങൾ തമ്മിലുള്ള വിഷയം നിങ്ങൾ സംസാരിക്കുമ്പോൾ താഴത്തേക്ക് ഇറങ്ങി പോവാം. ഞാനോട് കൂടെ താഴെ ചെന്നു. താഴെ ചെന്നപ്പോഴാണെങ്കിലും ആളവിടെ റിസപ്ഷനിൽ സംസാരിച്ചിട്ട് ഞങ്ങളടുത്താണ് ഞങ്ങൾ തമ്മിൽ എന്തോ സംസാരിച്ചുകൊണ്ട് വിഷയമാണെന്നുള്ള രീതിയിലാണ് ആളവിടെ റിസപ്ഷനിൽ പറയണത്. അത് കഴിഞ്ഞ് ആളുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നപ്പോഴേക്കും ആൾ ലിഫ്റ്റ് കയറി. ഞാൻ റൂമിലോട്ട് തന്നെ പോയാൽ നമ്മുടെ റൂമിലോട്ട് വന്നപ്പോൾ റൂം തുറന്ന് നടപ്പുണ്ട്, ആളവിടെ ഇല്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അവസാനം ആളെ കാണാണ്ടായപ്പോൾ ഞങ്ങൾ തിരിച്ച് കാറിന് അതോട് തിരിച്ച് വന്ന് കയറിയപ്പോൾ ആൾ വിളിച്ചിട്ട് പറയാം ഞാൻ ഓഫീസ് വരെ പോയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ബാക്കിയുള്ള സ്റ്റാഫുകൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് നിങ്ങളെ കാണിക്കേണ്ട കാര്യം എനിക്കില്ല, കാര്യം സിനിമയുടെ കാര്യങ്ങളാണ്, അത് പുറത്തൊരാളെ കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് പുള്ളി പറയണത്. കാര്യം സ്റ്റാഫ് വേറെ ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് വിടണം എൻ്റെ അകത്തോട്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ ആൾ ഇതേപോലെ നിൽക്കണേയും കാര്യങ്ങളൊക്കെയാണ്. ആൾ നമ്മുടെ അടുത്ത് നമ്മുടെ തർക്കിക്കുകയാണ് ആൾ കുറേ കാര്യങ്ങളിൽ. സിനിമയായിട്ട് ബന്ധുവില്ലാത്ത ആളോട് സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഒരു റൂമിലേക്കാണ് കൊണ്ടുപോയതെന്നും ലേറ്റർ ഓൺ ഇയാളൊരു മോശമായ രീതിയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ ഇവർ ഓടി ബാത്റൂമിൽ കയറി എന്നാണ് പറയുന്നത്. ആൻഡ് അപ്പോൾ തന്നെ ഫോൺ എടുത്ത് അടിയിൽ നിൽക്കുന്ന ഫ്രണ്ടോ ഹസ്ബൻഡോ രണ്ടും പറയുന്നുണ്ട്. അവർ ഫ്രണ്ടിനെ കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്, പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചതെന്ന് പറയുന്നുണ്ട്, ഹസ്ബൻഡാണ് കയറി വന്നതെന്ന് പറയുന്നുണ്ട്. ഇതാണെങ്കിലും അവിടെ വിളിച്ച് അടിയിൽ ഇൻഫോം ചെയ്തപ്പോൾ ഇവർ കയറി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വേഫെയറിൻ്റെ ഓഫീസിലേക്കാണ് വിളിച്ച് വരുത്തിയത്. എൻ്റെ ഒരു സംശയം, വേഫെയറിൻ്റെ ഓഫീസിലേക്കാണ് വിളിച്ച് വരുത്തിയത്. ഈ വേഫെയറിൻ്റെ ഓഫീസിലേക്ക് അല്ലാതെ അടുത്തുള്ളൊരു
ഒരു ഹോട്ടൽ ലോഡ്ജ് അങ്ങനത്തെ റൂം സെറ്റപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് ഓബിയസ്ലി അത് എതിർത്തുകൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഈ ഫോണിനകത്ത് തന്നെ ഇവർ വേറെ ലേഡീസ് ഉണ്ടാവുമോ വേറെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു കൺസേൺ മുന്നിൽ വയ്ക്കുന്ന ഒരു ലേഡി ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഇവർ വേറെ റൂമിലേക്ക് ഇതേപോലെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും, അവർ ആ ചോദ്യം ചോദിച്ചിരിക്കണം. ഓക്കെ. പിന്നെ അതിനകത്ത് തന്നെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു, അയാൾ പാൻറ് ഇടുന്ന രീതിയിലുള്ള ഒരു ക്ലിപ്പ് മറുനാടനിൽ തന്നെ കൊടുത്ത ക്ലിപ്പാണ്. മേ ബി ഇങ്ങനത്തെയൊക്കെ സീൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് വെക്കുമല്ലോ. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഫ്രണ്ടോ വൈഫോ വിടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ പ്രതിയായിട്ടുള്ള ഒരാളുടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി അങ്ങനെ എടുത്താണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും അത് ഈ പറഞ്ഞ പ്രതിയായിട്ടുള്ള വ്യക്തിയുടെ തന്നെ ഫോട്ടോ വീഡിയോ ആണ് ഈ ദിലീൻ ബാബുയുടെ. അങ്ങനെയാണെങ്കിൽ അത് ആ റൂമിൽ നിന്ന് എടുത്താണെന്നുണ്ടെങ്കിൽ ആ റൂം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഹോട്ടൽ റൂം പോലത്തെ ഒരു സെറ്റപ്പാണ്. അവിടെ എന്ത് കൈൻഡ് ഓഫ് ഡിസ്കഷൻ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ. ഫോണിലൂടെ എത്രയും ചോദിച്ച ഒരാൾക്ക് അങ്ങനെ റൂമിലേക്ക് പോകുമ്പോൾ അത് ഡിനൈ ചെയ്തുകൂടെ, അല്ലെങ്കിൽ എന്തിനാണ് റൂമിൽ പോകുന്നത്, അല്ലെങ്കിൽ റൂമിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അടിയിൽ ഫ്രണ്ടോ ഹസ്ബൻഡോ ഹൂവെവർ അവരെയും കൊണ്ടുപോയിക്കൂടെ. സിനിമയുടെ ഡിസ്കഷനല്ലേ. അതിപ്പോൾ നമ്മളുടെ ഒപ്പമുള്ള ഒരാൾ കേട്ട് വെച്ചിട്ട് പുറത്ത് നാളെ ആ കഥ സ്പ്രെഡ് ആവുക അല്ലാന്നെങ്കിൽ അതിൻ്റെ ത്രെഡ് പോവൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടെ അഭിനയിച്ച് കാണിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ഒപ്പം വന്നാൾക്ക് നമ്മൾ അഭിനയം കണ്ടാലും വലിയ സീനൊന്നുമില്ല. ഡിസ്കഷൻ സിനിമ ഡിസ്കഷൻസ് എങ്ങനെയാണെന്നുള്ളതൊരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ബേസിക്കലി അറിയില്ല. അത്ര സീക്രട്ടായിട്ട് കൊണ്ടു നടക്കേണ്ട വലിയ പ്രൊജക്റ്റൊന്നും ആയിരിക്കില്ലല്ലോ. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഒപ്പമുള്ളൊരു റിലേറ്റീവോ ഫ്രണ്ടോ റിലേഷനിലുള്ള ഒരാൾക്കോ അത് കേട്ട് വെച്ചിട്ട് വലിയ സീനൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അതിലൊരു എവിടേക്കോ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് മറുനാടൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തോന്നി. എന്താണെങ്കിലും ദുൽഖറിൻ്റെ വേഫെയർ ഫിലിം പ്രൊഡക്ഷൻസ് ഇതിൽ ഈ വ്യക്തിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ പേര് ഉപയോഗിച്ചു എന്നുള്ള രീതിക്ക് കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ വ്യക്തി പറയുന്നത് ഇതൊരു തേൻകെണിയാണ് എന്നുള്ളതാണ്. ലേഡി പറയുന്നത് കാശ് തന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയേറ്റർ ആയിട്ടുള്ള ഒരു കോമൺ ഫ്രണ്ടിനെ ഉപയോഗിച്ച് ഇവരുടെ അടുത്തൊരു അപ്രോച്ച് നടത്തി എന്നൊക്കെയാണ് ഈ ലേഡി പറയുന്നത്. ഒരു സോറി പറഞ്ഞാൽ വിട്ട് കളയേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് ഇരിക്കുന്നതെന്നും കൂടി അവർ മറുനാടൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും കൊള്ളാം. ദുൽഖറിൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം.